ഡൽഹിയിൽ അതിതീവ്ര മഴ തുടരുന്നു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയിൽ രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. ആസാദ് മാർക്കറ്റ് റോഡിലെ വെള്ളക്കെട്ടിൽ ബസ് മുങ്ങി. ഹസ്രത്ത് നിസാമുദ്ദീൻ, സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ വെള്ളക്കെട്ട് ബാധിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, എന്താണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ? ബൽറാം, കേൾക്കാമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. പ്രധാനമായും ഡൽഹിയിൽ ഇന്നലെയാണ് മഴ ആരംഭിച്ചത്. എന്നാൽ ഇന്നലെ രാത്രിക്ക് ശേഷം തുടർച്ചയായി മഴ പെയ്യുകയാണ്. ഇത് വലിയ തോതിൽ ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. ഡൽഹിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 228.1 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മഴ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് നിരവധി വീടുകൾ, ഡോഡയിൽ നിരവധി വീടുകൾ തകർന്നു പോയിരിക്കുന്നു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 പേരെ കാണാതായതുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സമാനമായി തന്നെ അസമിലെയും പ്രളയം കെടുതികൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. 1,20,000-ഓളം പേരെ അസമിൽ പ്രളയം ബാധിച്ചിരിക്കുന്നു. ഡൽഹിയിൽ അതേസമയം ജനജീവിതം ഏതാണ്ട് സ്തംഭിച്ച സാഹചര്യമാണ് ഇന്ന് രാവിലെ മുതലുള്ളത്. ഡൽഹിയിലെ പ്രധാന റോഡുകൾ എല്ലാം തന്നെ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരിക്കുകയാണ്. രാവിലെ ഓഫീസുകളിലേക്ക് ഇറങ്ങിയ ആളുകൾ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഓഫീസുകളിൽ എത്താനായത്. മെട്രോ ഗതാഗതം പോലും മന്ദഗതിയിലാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കൂടാതെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട 2 റെയിൽവേ സ്റ്റേഷനുകൾ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഒപ്പം തന്നെ സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെയും വെള്ളക്കെട്ടിനെ തുടർന്ന് ബാധിച്ചിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതം, യാത്ര ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നു. സമാനമായി മറ്റ് ഇടങ്ങളിൽ ഈ ലൂട്ടൻസ് ഡൽഹി മേഖലയിൽ സാധാരണ നിലയിൽ വെള്ളക്കെട്ട് രൂപപ്പെടാത്തതാണ്. അത് ആസൂത്രിതമായി നിർമ്മിച്ച പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് മുൻകാലങ്ങളിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇത്തവണ ഈ ലൂട്ടൻസ് ഡൽഹി മേഖലയിൽ പാർലമെന്റിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പ്രധാന റോഡുകളിൽ പോലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. ഇതിൽ പ്രതിഷേധവും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും ഉടലെടുത്തിരിക്കുന്നു. BJP കൗൺസിലർ ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡിൽ ബോട്ടുമായി തുഴഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതീകാത്മകമായി ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഓഫീസുകളുടെ അടക്കമുള്ള എല്ലാ സർക്കാർ ഓഫീസുകൾ കൂടാതെ സ്വകാര്യ ഓഫീസുകൾ അടക്കമുള്ളവയുടെ പ്രവർത്തനത്തെ ഈ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുണ്ട്. വേണു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.